അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ 2 കേക്കിന്റെ ഡിസൈൻ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ എനിക്ക് കേക്ക് ഓർഡേഴ്സ് ഒക്കെ വന്നാലും ഉച്ച കഴിഞ്ഞൊക്കെ ഡെലിവറി ചെയ്യുന്ന രീതിയിലായിരിക്കും ഓർഡർ വരുന്നത്. അപ്പോൾ ഈ ഒരു 2 കേക്ക് എനിക്ക് രാവിലെ തന്നെ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കിച്ചൺ വർക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ കേക്കിന്റെ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്ന ഒരു ഹോം ബേക്കർ തന്നെയാണ്. പുള്ളിക്കാരത്തേക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മോളുടെ ബർത്ത്ഡേക്കുള്ള കേക്കിന്റെ ഓർഡർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് എനിക്ക് കായംകുളം വരെ കൊടുത്തു വിടാനുള്ളതാണ്. അപ്പോൾ ഈ കേക്ക് ഓർഡർ ചെയ്ത ആളുടെ ഫ്രണ്ട് കരുനാഗപ്പള്ളിയിലുണ്ട്. പുള്ളിക്കാരത്തി അവിടെ കായംകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സാധാരണ എൻ്റെ ഇപ്പോൾ 2-3 കേക്ക് അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നോർമലി ഡ്രീം കേക്ക് ഒക്കെയാണ് അങ്ങനെ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എനിക്ക് ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. ഞാൻ പുള്ളിക്കാരത്തിന്റെ വീട്ടിൽ നേരത്തെ പോയിട്ടുണ്ട്. നമ്മുടെ വീടിന് കുറച്ച് അടുത്ത് തന്നെയാണ്, ഒത്തിരി ദൂരമൊന്നുമല്ല, എങ്കിലും കുറച്ച് പോകണം. അത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് സേഫ് ആയിട്ട് കേക്ക് അങ്ങ് എത്തിച്ചോളും. അങ്ങനെ ഞാൻ വളരെ ധൃതി പിടിച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് രാവിലെ കിച്ചൺ വർക്ക് എത്ര എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം കുട്ടികൾക്കും ഹസ്ബൻഡിനും ഒക്കെ പോകണം. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കണം. ജസ്റ്റ് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്യും, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും, വീണ്ടും അതിൻ്റെ ഇടയിൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി ചെയ്യും, പിന്നെ വീണ്ടും വന്ന് കേക്കിന്റെ വർക്ക്. അങ്ങനെയൊക്കെയാണ് കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കേക്ക് ഓവർനൈറ്റ് കൂൾ ആയതുകൊണ്ട് പിന്നെ ഡെക്കറേഷൻ കഴിഞ്ഞ് ഒത്തിരി നേരം ഒന്നും ഫ്രിഡ്ജ് വെച്ചതൊന്നുമില്ല. കാരണം കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് അന്നേരം തന്നെ പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് കേക്ക് ഡെലിവറി ചെയ്യാൻ പോയി. തിരിച്ചു വന്നിട്ടാണ് പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി കഴിച്ചിട്ടാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കറി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തു. നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ, ബ്രെഡും ചിക്കൻ സ്റ്റൂവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു. ഹാർട്ട് ഷേപ്പിലായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കേക്കിന്റെ സൈഡിൽ നമ്മൾ M1 നോസിൽ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു വേഫർ ഷീറ്റ് കൊണ്ടുള്ള ഒരു ഡിസൈൻ ചെയ്യുന്നത് പോലെയൊക്കെയുള്ള ഒരു ഫീല് നമുക്ക് ആ ഒരു കേക്കിന്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. കറക്റ്റ് അതുപോലെ അല്ലെങ്കിൽ വേറെക്കുറെ ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ഫിനിഷ് ചെയ്യാനും ഒക്കെ കുറച്ച് പാടുള്ളവർക്ക് എളുപ്പമാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനും. ആ ഒരു കേക്ക് കാണാനും നല്ല ലുക്കാണ്. ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷനിലായിരുന്നു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ക്രീമിൽ ഇതേപോലെ റെഡ് കളർ ഒന്ന് ആഡ് ചെയ്തിട്ട് മുകളിൽ റോസറ്റ നോസിൽ ഡിസൈനും കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സൈഡിൽ നമ്മൾ നോസിൽ ഡിസൈൻ കൊടുത്ത ഭാഗത്ത് ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടി റെഡ് കളർ ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ടൈപ്പ് ഫ്ലവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ഒരു വേഫർ ഷേപ്പിന്റെ ഡിസൈനിൽ നമുക്ക് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പൊ ഇന്നത്തെ 2 കേക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യവും മറക്കണ്ട. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ആയിട്ട് ഇട്ടേക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.